Hi everyone, I am Shamir. Welcome back. Learn English through reading newspaper. Reading newspapers will help you in your English learning journey. Reading newspapers really important for improving your English speaking skills. Please watch the video till the end. Definitely this video will help you to learn English. കേരള ഗവൺമെൻറ് കേരള ഗവൺമെൻറ് ഡിസ്ബേഴ്സ് എന്നാൽ അർത്ഥം പണം ചിലവഴിക്കുക, പണം നൽകുക. ഇതൊക്കെയാണ് അർത്ഥം, പണം ചിലവിടുക. ഇവിടെ ഡിസ്ബേഴ്സ് എന്നതിനർത്ഥം ധനസഹായം നൽകുക എന്നുള്ള അർത്ഥമാണ്. സാധാരണയായിട്ട് പത്രങ്ങളുടെ തലക്കെട്ടുകൾ സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലാണ് എഴുതുക. കഴിഞ്ഞു പോയ കാര്യമാണെങ്കിലും സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലാണ് എഴുതുക. അതുകൊണ്ടാണ് ഇത് ഡിസ്ബേഴ്സസ് എന്ന് എഴുതിയിട്ടുള്ളത്. പണം നൽകിയിട്ടുണ്ട്, ധനസഹായം നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെ വായിക്കണം: കേരള ഗവൺമെൻറ് ഡിസ്ബേഴ്സ്ഡ്. കേരള ഗവൺമെൻറ് ധനസഹായം നൽകി ഓവർ ₹49 lakh, 49 ലക്ഷം രൂപയിലധികം. ഓവർ ₹49 lakh, 49 ലക്ഷം രൂപയിലധികം കേരള ഗവൺമെൻറ് ധനസഹായം നൽകി. ടു കിൻ എന്നുള്ള അർത്ഥം അടുത്ത ബന്ധുക്കൾ എന്നുള്ള അർത്ഥം, കുടുംബാംഗങ്ങൾ. ടു കിൻ കുടുംബാംഗങ്ങൾക്ക്, അടുത്ത ബന്ധുക്കൾക്ക്. ഓഫ് വയനാട് ലാൻഡ്സ്ലൈഡ് വിക്ടിംസ്. വിക്ടിം എന്നാൽ ഇര എന്നുള്ള അർത്ഥമാണ്. വിക്ടിംസ് എന്നാൽ ഇരകൾ, മരിച്ചവർ അല്ലെങ്കിൽ പരിക്കേറ്റവർ, ദുരിതമനുഭവിച്ചവർ, ഇതൊക്കെയാണ് അർത്ഥം. ലാൻഡ്സ്ലൈഡ് എന്നാൽ മണ്ണിടിച്ചിൽ. വയനാട് മണ്ണിടിച്ചിലിൽ മരിച്ചവരുടെ ബന്ധുക്കൾക്ക്, അതുപോലെ പരിക്കേറ്റവരുടെ ബന്ധുക്കൾക്ക് കേരള ഗവൺമെൻറ് 49 ലക്ഷം രൂപയിലധികം ധനസഹായം നൽകി. ഇതാണ് തലക്കെട്ട്. തീർച്ചയായും ഈ വാർത്തയിൽ നിന്ന് നിങ്ങൾക്ക് പുതിയ വാക്കുകളോ പുതിയ പ്രയോഗങ്ങളോ പഠിക്കാനായിട്ട് സാധിച്ചേക്കും. വയനാട്. ദ കേരള ഗവൺമെൻറ് ഹാസ് ഡിസ്ബേഴ്സ്ഡ്. കേരള ഗവൺമെൻറ് ധനസഹായം നൽകി ടോട്ടൽ ഓഫ് റുപ്പീസ്. എത്ര രൂപയാണ് നൽകിയത്? 49,25,000 രൂപ. എക്സ് ഗ്രേഷ്യ ടു ദ കിൻ ഓഫ് ദോസ് ഹു ഡൈഡ് ആൻഡ് ദോസ് ഹു ഇൻജുവേർഡ്. എക്സ് ഗ്രേഷ്യ എന്നുള്ള അർത്ഥം സർക്കാർ നൽകുന്ന പ്രത്യേക ധനസഹായം എന്നുള്ള അർത്ഥമാണ്. നഷ്ടപരിഹാരത്തുക. ഇത്രയും രൂപ സർക്കാർ ധനസഹായമായിട്ട് നൽകി, നഷ്ടപരിഹാരത്തുകയായി നൽകി. ദോസ് ഹു ഡൈഡ് മരണപ്പെട്ട ആളുകളുടെ ബന്ധുക്കൾക്ക് നൽകി. ദോസ് ഇൻജുവേർഡ് പരിക്കേറ്റവർക്കും നൽകി. ടു ദോസ് ഇൻജുവേർഡ് പരിക്കേറ്റവർക്കും നൽകി. ഇൻ ദ ജൂലൈ 7th ജൂലൈ 7 ഈ ജൂലൈ 7 ലാൻഡ്സ്ലൈഡ്. ജൂലൈ 7 മണ്ണിടിച്ചിലുണ്ടായത്. അതിൽ പരിക്കേറ്റവർക്കും മരണപ്പെട്ടവരുടെ ബന്ധുക്കൾക്കും സർക്കാർ പ്രത്യേക ധനസഹായം നൽകി. ദാറ്റ് ക്ലെയിംഡ്. ക്ലെയിം എന്നാൽ ഇവിടെ അർത്ഥം ജീവൻ അപഹരിക്കുക എന്നുള്ള അർത്ഥം. ദാറ്റ് ക്ലെയിംഡ് ആ മണ്ണിടിച്ചിൽ 8 lives. ആ മണ്ണിടിച്ചിൽ 8 പേരുടെ ജീവനെടുത്തു. ആൻഡ് ദി ആനക്കാമ്പോയിൽ മേപ്പാടി ടനൽ പ്രൊജക്ട് സൈറ്റ് ഹിയർ. സൈറ്റ് എന്നാൽ സ്ഥലം, ആ പ്രൊജക്റ്റ് നടക്കുന്ന, പദ്ധതി നടക്കുന്ന സ്ഥലം. അതാണ് പ്രൊജക്ട് സൈറ്റ്, പദ്ധതി നടക്കുന്ന സ്ഥലം. പ്രൊജക്റ്റ് എന്നാൽ പദ്ധതി. ടനൽ പ്രൊജക്റ്റ് എന്നാൽ തുരങ്ക പദ്ധതി. ടനൽ എന്നാൽ തുരങ്കം. ഒഫീഷ്യൽസ് ഓൺ മൺഡേ തിങ്കളാഴ്ച ദിവസം ഉദ്യോഗസ്ഥർ പറഞ്ഞു. ജൂലൈ 7 ഇവിടെ ഈ സ്ഥലത്ത് ആനക്കാപ്പോയിൽ മേപ്പാടി തുരങ്ക പദ്ധതിയുടെ സ്ഥലത്ത് ഉണ്ടായ മണ്ണിടിച്ചിലിൽ 8 പേർ മരിച്ചു. മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്കും പരിക്കേറ്റവർക്കും കേരള സർക്കാർ ആകെ 49,25,000 രൂപ ധനസഹായം നൽകിയതായി ഉദ്യോഗസ്ഥർ തിങ്കളാഴ്ച അറിയിച്ചു. 5 lakh rupees 5 ലക്ഷം രൂപ. ഈച്ച് വാസ് ഡിസ്ബേഴ്സ്ഡ്. ഈച്ച് എന്നാൽ ഇവിടെ വീതം എന്നുള്ള അർത്ഥമാണ്. 5 lakh rupees ഈച്ച് 5 ലക്ഷം രൂപ വീതം. വാസ് ഡിസ്ബേഴ്സ്ഡ് വിതരണം ചെയ്യപ്പെട്ടു, വിതരണം ചെയ്തു. 5 ലക്ഷം രൂപ വീതം ധനസഹായം നൽകി. ടു ദ ഫാമിലീസ് ഓഫ് ചന്ദ്രബൻ മധ്യപ്രദേശ്, ബികാസ് കുമാർ ബീഹാർ, അൻമോൾ ജാർഖണ്ഡ്, വിക്രം സിംഗ് രാന ഹിമാചൽ പ്രദേശ്, രാഹുൽ ശർമ്മ ഹിമാചൽ പ്രദേശ്, മുഹമ്മദ് ഇമ്രാൻ അൻസാരി ബീഹാർ, രാകേഷ് ഗൻചേറ്റ് വെസ്റ്റ് ബംഗാൾ, ആൻഡ്
അസറുദ്ദീൻ അൻസാരി, ഉത്തർപ്രദേശ്. ഹു എന്നാൽ ഈ ആളുകൾ, ഈ പറഞ്ഞിട്ടുള്ള ആളുകൾ. ഹു ഹാഡ് ഡൈഡ്, അവർ മരണപ്പെട്ടു. ഇൻ ദ ഡിസാസ്റ്റർ എന്നാൽ ദുരന്തം എന്നുള്ള അർത്ഥമാണ്. ഈ ദുരന്തത്തിൽ ഈ പറഞ്ഞിട്ടുള്ള ആളുകൾ മരണപ്പെട്ടു. ദ ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ സെഡ്, അഡ്മിനിസ്ട്രേഷൻ എന്നാൽ ഭരണകൂടം, ജില്ലാ ഭരണകൂടം പറഞ്ഞു, അവർ പറഞ്ഞ കാര്യങ്ങളാണിത്. ബിസൈഡ്സ് ദാറ്റ്, കൂടാതെ. ബിസൈഡ് എന്നാൽ അരികെ, ബിസൈഡ്സ് ദാറ്റ് എന്നാൽ അതുകൂടാതെ, ബിസൈഡ്സ് എന്നാൽ കൂടാതെ. ബിസൈഡ്സ് ദാറ്റ്, അതുകൂടാതെ, മുമ്പ് പറഞ്ഞിട്ടുള്ള ആ പണം കൂടാതെ, ആ വിതരണം കൂടാതെ. 2 lakh rupees ഈച്ച് വാസ് ഗിവൺ. വാസ് ഗിവൺ എന്നാൽ നൽകപ്പെട്ടു, വാസ് ഗിവൺ നൽകി, 2 ലക്ഷം രൂപ വീതം നൽകി. ടു സൂരജ് യാദവ്, സഞ്ജയ് താക്കൂർ, രജനീഷ് റാവത്ത് ആൻഡ് ദിലീപ് യാദവ്. ഈ പറഞ്ഞിട്ടുള്ള ഓരോ വ്യക്തികൾക്കും 2 ലക്ഷം രൂപ വീതം നൽകി. ഈ പറഞ്ഞിട്ടുള്ള ആളുകൾ ഹു വർ സീരിയസ്ലി ഇൻജേർഡ്, ഈ പറഞ്ഞിട്ടുള്ള ആളുകൾക്ക് ഗുരുതരമായി പരിക്കേറ്റു. ഇൻ ദി ഇൻസിഡൻറ്റ്, ഈ സംഭവത്തിൽ, ഈ ദുരന്തത്തിൽ ഈ പറഞ്ഞിട്ടുള്ള ആളുകൾക്ക് ഗുരുതരമായിട്ട് പരിക്കേറ്റിട്ടുണ്ടായിരുന്നു. ഇറ്റ് സെഡ് എന്നാൽ ജില്ലാ ഭരണകൂടം പറഞ്ഞു എന്നുള്ള അർത്ഥമാണ്. അഡീഷണലി 25,000 rupees, 25,000 രൂപ. ഈച്ച് വാസ് ഗിവൺ, 25,000 രൂപ വീതം നൽകി. വാസ് ഗിവൺ ടു ടി കെ കുഞ്ഞു, ഹി കുമാർ, തന്മയ് ഘോഷ്, കൂടമ്മൽ ആൻഡ് സന്തോഷ് കുമാർ. ഈ ആളുകൾ ഹു സഫേർഡ് മൈനർ ഇഞ്ചുറീസ്, ഈ പറഞ്ഞിട്ടുള്ള ആളുകൾക്ക് വളരെ നിസ്സാരമായിട്ടുള്ള പരിക്കേറ്റിട്ടുണ്ടായിരുന്നു. ഈ പറഞ്ഞിട്ടുള്ള ആളുകൾക്ക് മൈനർ എന്നാൽ ചെറിയ തോതിലുള്ള, മൈനർ ഇഞ്ചുറീസ് ചെറിയ പരിക്കുകൾ, ഈ പറഞ്ഞിട്ടുള്ള ആളുകൾക്ക് ചെറിയ പരിക്കുകൾ ഏറ്റിട്ടുണ്ടായിരുന്നു ഈ ദുരന്തത്തിൽ. ഇറ്റ് സെഡ്, ജില്ലാ ഭരണകൂടം അറിയിച്ചു. ഇറ്റ് ഫെർദർ സെഡ്, ഇതുകൂടാതെ, ഈ പ്രസ്താവനയിൽ ഇതുകൂടെ പറഞ്ഞു. ദി എമൗണ്ട്സ് ഹാവ് ബീൻ ട്രാൻസ്ഫേർഡ്. എമൗണ്ട്സ് എന്നാൽ തുകകൾ, ട്രാൻസ്ഫർ എന്നാൽ അർത്ഥം കൈമാറ്റം ചെയ്യുക, വിട്ടു നൽകുക, ഇതൊക്കെയാണ് അർത്ഥം, വിട്ടുകൊടുക്കുക. ദി എമൗണ്ട്സ് ഹാവ് ബീൻ ട്രാൻസ്ഫേർഡ്, ഈ പറഞ്ഞിട്ടുള്ള തുകകൾ കൈമാറിയിട്ടുണ്ട്. ഹാവ് ബീൻ ട്രാൻസ്ഫേർഡ്, കൈമാറിയിട്ടുണ്ട്. ടു ദ റെസ്പെക്റ്റീവ് ബാങ്ക് അക്കൗണ്ട്സ്. റെസ്പെക്റ്റീവ് എന്നാൽ അർത്ഥം യോഗ്യത പ്രകാരമുള്ള, സംബന്ധിച്ച, മറ്റൊരർത്ഥം അവരവരുടെ എന്നുള്ള അർത്ഥമാണ്. അവനവൻ്റെ, അവരവരുടെ, ഇതൊക്കെയാണ് അർത്ഥം. ദി എമൗണ്ട്സ് ഹാവ് ബീൻ ട്രാൻസ്ഫേർഡ് ടു ദ റെസ്പെക്റ്റീവ് ബാങ്ക് അക്കൗണ്ട്സ്, അവരവരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ഈ പണം ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്, അയച്ചിട്ടുണ്ട്. റെസ്പെക്റ്റീവ് ബാങ്ക് അക്കൗണ്ട്സ് ഓഫ് ദ കിൻ ഓഫ് ദ ഡിസീസ്ഡ് ആൻഡ് ദി ഇൻജുവേർഡ്. ഡിസീസ്ഡ് എന്നാൽ മരിച്ചുപോയ എന്നുള്ള അർത്ഥം. കിൻ എന്നാൽ ബന്ധുക്കൾ, ഇൻജുവേർഡ് എന്നാൽ പരിക്കേറ്റ. കിൻ ഓഫ് ദ ഡിസീസ്ഡ് എന്നാൽ മരിച്ചുപോയവരുടെ ബന്ധുക്കൾ. മരിച്ചവരുടെ കുടുംബാംഗങ്ങളുടെയും പരിക്കേറ്റവരുടെയും ബന്ധപ്പെട്ട ബാങ്ക് അക്കൗണ്ടുകളിലേക്ക്, അവരവരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുകകൾ കൈമാറിയതായും ഈ പ്രസ്താവനയിൽ അറിയിച്ചു. ദ കേരള ഹൈക്കോടതി ഓൺ ജൂലൈ 10, ജൂലൈ 10 കേരള ഹൈക്കോടതി ഹാഡ് ഡയറക്റ്റ് എന്നാൽ നിർദ്ദേശിക്കുക എന്നുള്ള അർത്ഥമാണ്. ദ കേരള ഹൈക്കോർട്ട് ഓൺ ജൂലൈ 10 ഹാഡ് ഡയറക്റ്റഡ്, ജൂലൈ 10 കേരള ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നു ദ സ്റ്റേറ്റ് ഗവൺമെൻറ്, സംസ്ഥാന ഗവൺമെൻറ്റിനോട്. ടു ഇൻഷുർ എന്നാൽ ഉറപ്പാക്കുക എന്നുള്ള അർത്ഥമാണ്. ടു ഇൻഷുർ ഉറപ്പുവരുത്താൻ. ദാറ്റ് എക്സ് ഗ്രാഷ്യ എമൗണ്ട്സ് പ്രത്യേക ധനസഹായ തുക, നഷ്ടപരിഹാര തുക ആർ പെയ്ഡ് അവകൾ പണം നൽകിയിരിക്കണം. ഓൺ ടൈം കൃത്യസമയത്ത്. പെയ്ഡ് ഓൺ ടൈം എന്നാൽ സമയത്ത്, സമയബന്ധിതമായി എന്നുള്ള അർത്ഥമാണ്. സമയബന്ധിതമായി നൽകുക, സമയബന്ധിതമായി നൽകിയിരിക്കണം. ടു ദ നെക്സ്റ്റ് ഓഫ് കിൻ ഓഫ് ദോസ് ഹു ഡൈഡ് മരണപ്പെട്ടവരുടെ അടുത്ത ബന്ധുക്കൾക്ക്. ഇൻ ദ ലാൻഡ് സ്ലൈഡ് എന്നാൽ ഉരുൾപൊട്ടലിൽ മരണപ്പെട്ടവരുടെ അടുത്ത ബന്ധുക്കൾക്ക് ഈ പണം സമയബന്ധിതമായി നൽകണം.
ആസ് വെൽ ആസ് അതുകൂടാതെ അതിന് പുറമെ ടു ദോസ് ഇൻജോർഡ് പരിക്കേറ്റ ആളുകൾക്കും ഇൻ ദി ഇൻസിഡൻറ്റ് ഈ സംഭവത്തിൽ പരിക്കേറ്റ ആളുകൾക്കും പണം നൽകണം, സമയബന്ധിതമായി നൽകണം. മണ്ണിടിച്ചിലിൽ മരിച്ചവരുടെ അടുത്ത ബന്ധുക്കൾക്കും സംഭവത്തിൽ പരിക്കേറ്റവർക്കും പ്രത്യേക ധനസഹായ തുക സമയബന്ധിതമായി നൽകുന്നത് ഉറപ്പാക്കണമെന്ന് കേരള ഹൈക്കോടതി ജൂലൈ 10 സംസ്ഥാന സർക്കാരിനോട് നിർദ്ദേശിച്ചിരുന്നു.